തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഐക്യസഭകളിൽ നിന്ന് വിവാഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 29 അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ 14 വാക്യത്തിൽ ലാബാൻ അവനോട് നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞ് അവനൊരു മാസക്കാലം അവൻ്റെ അടുക്കൽ പാർത്തു. അതിൻ്റെ 27 വാക്യത്തിൽ എന്നാൽ നീ ഇനി എനിക്ക് 7 സംവത്സരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളെയും നിനക്ക് തരാമെന്ന് പറഞ്ഞു. യാക്കോബ് അങ്ങനെ ചെയ്തു. ജേക്കബ് മീൻസ് റേച്ചൽ. അവന് അവിടെ പറയുന്നത് മൈ ബോൺ ആൻഡ് മൈ ഫ്ലഷ്. ലാബാൻ അഡോപ്റ്റഡ് ജേക്കബ് ആസ് എ സൺ. ലാബാൻ റെഡ്യൂസ് ജേക്കബ് ടു ദി സ്റ്റാറ്റസ് ഓഫ് എ സെർവൻറ്റ്. യാക്കോബ് ചേട്ടൻ്റെ നിന്ന് കളിപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ചവനാണ്. അമ്മായിയപ്പനും അവനെ പറ്റിച്ചു. നീ ഒരിടത്ത് പറ്റിച്ചാൽ നിന്നെയും പറ്റിക്കും, ഓർത്തോണം. അപ്പോൾ അതിന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അവൻ ആ വിവാഹത്തിന് വേണ്ടി കഷ്ടം സഹിച്ചതേ. യാക്കോബ് കഷ്ടം സഹിച്ച് റേച്ചലിനെ നേടാൻ വേണ്ടി അവന് കഷ്ടം സഹിച്ച് റേച്ചലിനെ നേടിയെടുക്കാൻ സാധിച്ച ആ കഷ്ടപ്പാടിൻ്റെ സ്നേഹമാണ് നിലനിൽക്കുന്ന സ്നേഹം. അതുകൊണ്ടൊന്നും ഇന്നും യാക്കോബ് റാഹേൽ ദമ്പതികളെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹം വിവാഹ ശുശ്രൂഷയിൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ദൈവം എത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്നു, ഏതെല്ലാം അനുഗ്രഹങ്ങൾ തന്നു. പക്ഷെ നമ്മൾക്ക് പലപ്പോഴും അതിൻ്റെ വിലകൾ മനസ്സിലാകുകയില്ല. നിനക്ക് ലഭിച്ച ഭർത്താവിൻ്റെ വില നിനക്ക് മനസ്സിലാകുകയില്ല. നിനക്ക് ലഭിച്ച ഭാര്യയുടെ വിലയും നിനക്ക് മനസ്സിലാകുകയില്ല. നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിലയും നിനക്ക് മനസ്സിലാകുകയില്ല. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ വിലയും മനസ്സിലാകുകയില്ല. പലപ്പോഴും ഇതൊന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന രീതിയിൽ പെരുമാറുന്ന ധാരാളം പേരെ കാണുന്നത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരെന്ത് അഹങ്കാരമാണ്, എന്ത് മൗഢ്യമാണ് ഇത് കാണിക്കുന്നതെന്ന് തോന്നിപ്പോകും. ഡിവോഴ്സ് പോലെയുള്ള മാരകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നശിപ്പിച്ച് ജീവിതം നശിപ്പിച്ച് തകർത്ത് കളയുന്ന അനുഭവം, ഏതെല്ലാം കാര്യങ്ങളിൽ അങ്ങനെ അപ്രകാരം ജീവിതം നശിപ്പിക്കുന്നതായിട്ടുള്ള അനുഭവം. ഇതിന് മധ്യത്തിൽ കുടുംബജീവിതത്തിൻ്റെ സ്നേഹം നിലനിൽക്കുന്ന സ്നേഹമായി തീരുവാൻ സാധിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൽ പ്രവർത്തിക്കുന്നത്. എപ്പോഴും കുടുംബജീവിതത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആർക്കും എന്തും പറയാവുന്ന ഒരു ഇടമാണ് കുടുംബം. ഭാര്യയ്ക്ക് ഭർത്താവിനോട് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ് കുടുംബം. ഭർത്താവിന് ഭാര്യയോട് എന്തും പറയാവുന്നുള്ള തോന്നലുള്ള കുടുംബമാണ്. മക്കൾക്ക് അപ്പനോടും അമ്മയോടും അതുപോലെ തന്നെ മക്കളോടും അങ്ങനെയൊക്കെയോ തോന്നലുള്ള കാലമാണ്. എന്നാൽ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെല്ലാം കണ്ടീഷനിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബജീവിതത്തിലാണ് ജീവിക്കുന്നത്. കണ്ടീഷൻ, സ്നേഹം മാറി കണ്ടീഷൻ. നീ ഇത് ചെയ്ത് ഞാനിത് ചെയ്യാം, നീ അപ്പുറത്തെ ചെയ്ത് ഞാൻ ഇപ്പുറത്തെ ചെയ്യാം, നീ 25 ലക്ഷം രൂപ തന്നാൽ ഞാൻ 25 ലക്ഷം രൂപ തരാം എന്ന് നമുക്ക് ആ കാര്യം ചെയ്യാം. അങ്ങനെയുള്ള എഗ്രിമെൻ്റ് കാലത്തിലേക്ക് ഇതൊരു സെറ്റിൽമെൻറ്റ് കുടുംബജീവിതം നീ രക്ഷപ്പെടുത്തുകയല്ല. അതൊരു കുടുംബജീവിതമൊന്നുമല്ല, സെറ്റിൽമെൻറ്റ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ടത് സഹിഷ്ണുതയും ക്ഷമയും ദൈവ പരസ്പര സ്നേഹവും. ആ സ്നേഹം വർദ്ധിപ്പിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ മണവാളനാകുന്ന യേശുവും മണവാട്ടിയാകുന്ന സഭയും ആ റോളിൽ നിൽക്കാൻ സാധിക്കണം. സഭയുടെ റോളിൽ മണവാട്ടിയും യേശുവിൻ്റെ റോളിൽ മണവാളനും നിൽക്കണം. അപ്രകാരമായിരിക്കുമ്പോൾ ആ ബന്ധം ഒരു അനുഗ്രഹമായിരിക്കും. മക്കൾ അനുഗ്രഹിക്കപ്പെടും, കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടും, ലോകം അനുഗ്രഹിക്കപ്പെടും, അവരെ കൊണ്ട് ധാരാളം പേർ അനുഗ്രഹിക്കപ്പെടും, പ്രയോജനമുള്ളവരായിത്തീരും. നിന്നെയും നിൻ്റെ കുടുംബത്തിനെയും കൊണ്ട് ലോകത്തിന് പ്രയോജനം വേണം. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. യോശുവയ്ക്ക് മാത്രമേ അത് പറയാൻ സാധിച്ചുള്ളൂ. ആ വലിയ ശക്തി കൊണ്ട് യോശുവ പറഞ്ഞതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ നേതാക്കന്മാരിൽ പൂർവ്വപിതാക്കന്മാരുടെ അബ്രഹാം, മോശയ്ക്ക് ശേഷം യോശുവയെ ഇസ്രായേൽ മക്കളെ പ്രവേശിപ്പിക്കുവാനായിട്ട് ദൈവം ദൗത്യം നിയോഗിച്ച ആളിന് അത് പറയാൻ സാധിക്കുമെങ്കിൽ നമ്മൾക്കും പറയണം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും
ഞങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ സേവയല്ല, ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്നുള്ള ധൈര്യത്തിൽ മുന്നേറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പക്ഷങ്ങളിൽ നിങ്ങളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഭാര്യ നഷ്ടപ്പെട്ടിരിക്കുക, നിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടിരിക്കാം, മനസ്സിൽ സംഘർഷിച്ചിരിക്കുന്നതായിരിക്കാം, ഒന്നും ശരിയാകുന്നതിന് നിങ്ങൾ തോന്നുന്നവരായിരിക്കാം, എല്ലാം പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു. നോ, അങ്ങനെയൊന്നുമല്ല. ദൈവം നിങ്ങളെ ഇതിൽ നിന്ന് ഉയർത്തും. ദൈവം നിങ്ങൾക്കൊരു നന്മ വെച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ കുടുംബത്തെ സെറ്റപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകും. പരിശുദ്ധാത്മാവിൽ നീ ബലപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ദൈവം നിന്നെ നോക്കിക്കോളും. ദൈവം നിൻ്റെ കാര്യം ഏറ്റെടുത്ത് നടത്തിക്കോളും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധത്തിലായിരിക്കുന്നവർ, കുടുംബത്തിലാകാനുള്ളവർ, കർത്താവെ, പലതരത്തിൽ ഭാരം അനുഭവിക്കുന്ന എപ്പോർപ്പെട്ടവർക്കും ഇന്നത്തെ വചനം ശക്തി നൽകി അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ച് ഏറിയ കൃപ കൊണ്ട് നിന്റെ മക്കളെ പൊതിഞ്ഞ് നിന്റെ മക്കളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡഡിനായിട്ടുള്ളവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം തകർന്നിരിക്കുന്നവർ കുടുംബം എന്നും പുനഃസ്ഥാപിച്ച് മുൻപോട്ട് പോകാൻ ഈ വചനത്താൽ എല്ലാവരും ശക്തി പ്രാപിക്കട്ടെ. ഈ വചനം അനേകരുടെ കുടുംബത്തിന് ബലമായി തീരട്ടെ, ഏകാന്തതയിൽ ബലമായി തീരട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു.